ഹായ് നമസ്കാരം. ഡെയിലി വിഷ്വൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു മുട്ട ബജിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇപ്പോൾ പലതരം മുട്ട ബജികളൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് ഒരു വെറൈറ്റി മുട്ട ബജിയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള കുറച്ച് ചമ്മന്തിയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ മുട്ട ബജി ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ മുട്ട പുഴുങ്ങാനായിട്ട് നമ്മൾ പ്രഷർ കുക്കറിലാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഒരൊറ്റ വിസിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ മുട്ടയൊക്കെ പുഴുങ്ങി കിട്ടും. ഇത്തിരി ഉപ്പ് ചേർത്ത വെള്ളത്തിലാണ് ഞാൻ മുട്ട പുഴുങ്ങി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്ക് ഇതാ നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതിനകത്ത് കുറച്ച് തേങ്ങ, കുറച്ച് പച്ചമുളക്, 3-4 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില, കുറച്ച് മല്ലിയില, 3-4 ചെറിയ ഉള്ളി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും കാര്യങ്ങളൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതാ മുട്ടയൊക്കെ പുഴുങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുഴുങ്ങിയെടുത്ത മുട്ടകളൊക്കെ രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം അതിൻ്റെ ഉള്ളിലെ ഉണ്ണിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണ് നമ്മൾ. അത് നന്നായിട്ടൊന്ന് ഉടച്ച് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചമ്മന്തിയിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈവച്ച് തന്നെ ചെയ്യായിരിക്കും നന്നാവുക. അപ്പോൾ അങ്ങനെ തയ്യാറാക്കി എടുത്ത ചമ്മന്തിയിൽ നമ്മളിതാ ചെറുതാക്കി ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ മുട്ടയുടെ വെള്ളയിലേക്ക് ഇതിങ്ങനെ വെച്ച് അമർത്തി കൊടുത്ത് ഏകദേശം ഒരു മുട്ടയുടെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാതും ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കായിട്ട് ബാറ്റർ തയ്യാറാക്കേണ്ടത് കുറച്ച് കടലമാവ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ കടലമാവാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തു. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു. എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് ഇത്തിരി കായപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം കുറേശ്ശായിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. വെള്ളം കൂടി പോകരുത്. വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ ബജി ഒട്ടും നന്നാവില്ല. അപ്പോൾ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിത് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചമ്മന്തി നിറച്ച മുട്ടയുടെ വെള്ളത ഈ കടലമാവിൽ മുക്കിയെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ ഞാൻ പൊരിച്ചെടുക്കാനായിട്ട് ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. കുറച്ച് എണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഈ ബാക്കി വരുന്ന എണ്ണ നമ്മൾ പിന്നെയും ഉപയോഗിക്കുന്നത് നല്ലതല്ലല്ലോ എന്ന് കരുതിയാണ് ഞാനിങ്ങനെ പൊരിച്ചെടുക്കാനുള്ള എല്ലാ കാര്യങ്ങൾക്കും കുറച്ച് എണ്ണയെ ഉപയോഗിക്കാറുള്ളൂ. പരന്ന പാത്രത്തിലായി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് എണ്ണ ഒഴിക്കേണ്ടി വരും. അപ്പോൾ ചെറിയ ഇങ്ങനെ കുഴിവുള്ള പാത്രമായി കഴിഞ്ഞാൽ നമുക്ക് കുറേശ്ശെ ചെയ്യാൻ പറ്റുള്ളെങ്കിലും കുറേ എണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ അതാ നമ്മുടെ മുട്ട ബജിയൊക്കെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണേ.